ഹായ്. അപ്പം ദൃശ്യം 3 അങ്ങനെ യൂഷ്വലി റിവ്യൂ ചെയ്യുന്ന ഒരാളല്ല. ബട്ട് രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് അത് കൊള്ളാം ഇത് കൊള്ളാം പോരാ സീരിയൽ മേക്കിംഗ് വട്ടവർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റിവ്യൂസ് പരിപാടികൾ. അപ്പം ഇപ്പം ഞാൻ ഒരു 2 മണിയുടെ ഷോ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. വീട്ടിലിപ്പോൾ ഒരു 5 മണി ആയി കാണാം. അപ്പം എനിക്ക് തോന്നി ഈ പടത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ 1 അല്ല 2 നമ്മൾ കണ്ടത്. അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ക്യാരക്ടറിലൊക്കെ ഭയങ്കര ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 3. പിന്നെ ഫസ്റ്റിലും സെക്കൻഡിലും നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലത്തെ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ പ്രതീക്ഷിച്ച് പോയവർക്കായിരിക്കാം മേ ബി, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കുറച്ച് നിരാശയൊക്കെ ഉണ്ടായത്. ഐ ഡോണ്ട് നോ. ബട്ട് എനിക്ക് പണം ഭയങ്കരമായിട്ട് വർക്കായി. ഒരു ക്യാരക്ടറൈസേഷൻ, ഒരു ക്യാരക്ടർ ആർക്കൊക്കെ വന്നിട്ട് സാധാരണ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ പല കാര്യങ്ങളും നോക്കിയിട്ട് അവിടെ എവിടെയൊക്കെ കോൺഷ്യസ് ആവാറുണ്ട് ഞാൻ. ബട്ട് ഈ പടത്തിൻ്റെ അകത്ത് ഞാൻ ഫുള്ളി ഇന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ക്യൂരിയോസിറ്റി സ്റ്റാർട്ട് ടു എൻഡ് പടത്തിനുണ്ടായിരുന്നു. പിന്നെ വലിയൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺ പ്രതീക്ഷിച്ച് പോകാതെ നൈസ് നല്ലൊരു പടം, ഫാമിലി ഡ്രാമ, ഒരു ഐക്കോണിക് ഫ്രാഞ്ചൈസ് ആണല്ലോ നമ്മുടെ ദൃശ്യം. അപ്പം അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര വേർത്തായിട്ടൊരു പടം. പിന്നെ ഹൈലൈറ്റ് ലാലേട്ടൻ പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയൊക്കെ ക്യാരക്ടറിനെ ക്യാരി ചെയ്യാൻ പറ്റുമോ എല്ലാത്തിലും. ഇപ്പം എന്താ പറയുക, പറയാൻ പറ്റില്ല. ഒത്തിരി കൂടുതലങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ത്രില്ലങ്ങ് പോകും. കണ്ട് അനുഭവിച്ചറിയുക. മ്യൂസിക്, ക്യാമറ എല്ലാം അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. നമ്മൾ യൂഷ്വൽ കാണുന്നൊരു ത്രില്ലറിൻ്റെ അകത്തു നിന്നൊക്കെ സാറിൻ്റെ, ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു മേക്കിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പം ഇതൊക്കെ മാറ്റി നിർത്തി പടത്തിലേക്ക് നമ്മൾ ഇന്നാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് വലുതായിട്ട് ഈ ഷൂട്ടിങ്ങിനാണെന്നോ ഇങ്ങനെ കാര്യങ്ങളാണെന്നോ ഒന്നും ശ്രദ്ധിച്ചില്ല. ടോട്ടലി പടത്തിൽ ഇന്നായിരുന്നു. നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് വെച്ചിട്ടുണ്ട്. സ്പോയിലേഴ്സ് ഒന്നും കേൾക്കാതെ പോയി കാണുക. ഇപ്പോഴും സ്റ്റിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേനും ഇന്നത്തെ ഷോസ് ഫുള്ളാണ്. അതുകൊണ്ട് ബാക്കിയുള്ള റിവ്യൂവേഴ്സ് കാര്യങ്ങൾ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ പടത്തിന് പോവുക, ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ പറയുള്ളൂ. സോ താങ്ക് യു.